ഓക്കെ ഗേസ്, ഇന്നപ്പം നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ടി വി കാണാം കേട്ടാ. അല്ല, ഇതെന്തത്? ടി വിയിൽ നോ സിഗ്നൽ ആണല്ലോ എഴുതി കാണിക്കണേ. അതിൻ്റെ അർത്ഥം നമുക്കിന്ന് ടി വി കാണാൻ പറ്റില്ല എന്നാ. ഷേ, ഇനിയിപ്പോൾ എന്തൊരു ചെയ്യാ? ഇവിടെ നിന്ന് ബോറടിക്കുക. എടാ ജാക്കേ, ഒന്ന് താഴത്തേക്ക് വാടാ, ഒരു അത്യാവശ്യ കാര്യം പറയാണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തത്? രാജോട്ടൻ നമ്മളെ വിളിക്കണ്ടല്ലോ. എന്തുട്ടാണോ കാര്യം? രാജോട്ടാ, എന്താ വിളിച്ചേ? എടാ ജാക്കേ, നൈസായിട്ട് പണിപ്പാളി. നമ്മുടെ കയ്യിൽ 2 ഗോൾഡൻ കാർ ഉണ്ടായിരുന്നില്ലേ? 2 കാറും കാണാനില്ല. ആരാണോ അടിച്ചു മാറ്റിയേ? ആ ഗ്യാരേജിൽ നോക്കി നോക്കിയേ, ഗ്യാരേജിൽ ആ കാറൊന്നും കാണാനില്ല. ഏ രാജോട്ടാ, എന്തായി പറയണേ? നമ്മുടെ ഗോൾഡൻ കാറ് കാണാനില്ലെന്ന്? അയ്യോ, ഇതിപ്പോ പണിപ്പാളിയല്ലോ. ഇത് നോക്കിയേ, ഗ്യാരേജിൽ ഒരു സൈക്കിള് മാത്രമുള്ളൂ. എൻ്റെ കയ്യിൽ 2 ഗോൾഡൻ കാർ ഉണ്ടായിരുന്നു. അത് പിന്നെ ഫുള്ളി മോഡിഫൈഡാ. ആ 2 കാറും ഇപ്പോൾ കാണാനില്ല. അതാരാണോ അടിച്ചു മാറ്റിയേ? ഷേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എൻ്റെ കയ്യിലിപ്പോൾ ആ വാഗണറും പിന്നെ ആ ഹണ്ടറും മാത്രമേ ഉള്ളൂ. രാജോട്ടാ, ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യാ? ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യാ? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണോ? എന്നാൽ ശരി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. രാജോട്ടൻ ഇവിടെ തന്നെ നിന്നാൽ മതി, വേറെ എങ്ങോട്ടും പോവണ്ട. ഗൈസ്, ഇവിടെ നമ്മുടെ ഗോൾഡൻ കാറൊക്കെ ആരോ അടിച്ചു മാറ്റിയേക്കാണ് കേട്ടാ. ഇപ്പോൾ ദേ ഈ ഒരു വാഗണർ മാത്രമുള്ളൂ. എന്നാലും ആരാണാവോ എൻ്റെ കാറൊക്കെ അടിച്ചു മാറ്റിയേ? അവർക്ക് ഇതടിച്ചു മാറ്റിയാൽ പോരെ? ഈ വാഗണർ ആണെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് ഇതടിച്ചു മാറ്റിയാൽ മതിയായിരുന്നു. ആ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഗോൾഡൻ കാറില്ലേ, അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാ. അതൊക്കെ വിറ്റ് കഴിഞ്ഞാലേ നമുക്ക് കുറേ ക്യാഷ് കിട്ടും. അവരപ്പോൾ അതുകൊണ്ടായിരിക്കും ആ കാറൊക്കെ അടിച്ചു മാറ്റിയേ. എന്നിട്ടായാലും നമുക്ക് ആ കാറുകൾ തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ ഇപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ പിന്നെ പുറത്ത് പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇവരോട് സംസാരിക്കാം. അല്ല, നീ ആരാ? ഇറങ്ങിപ്പോടാ പിച്ചക്കാരാ. പിച്ചക്കാരനാ? എന്നെ കണ്ടിട്ട് അതേപോലെ തോന്നുന്നുണ്ടാ? എൻ്റെ കയ്യിൽ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട്. ഞാനൊരു കംപ്ലൈൻറ്റ് എഴുതാൻ വന്നതാ. അത് ശരി, നീ എന്താ ഷർട്ടൊന്നും ഇടാണ്ട് നടക്കണേ? ഞാൻ അതുകൊണ്ടാണ് നിന്നെ പിച്ചക്കാരെന്ന് വിളിച്ചേ. അല്ല, എന്താ കാര്യം? എന്തിനാപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ? സാറന്മാരെ, അത് പിന്നെ എൻ്റെ കയ്യിൽ 2 ഗോൾഡൻ കാർ ഉണ്ടായിരുന്നു. ആ വണ്ടികൾ ആരോ അടിച്ചു മാറ്റിയേക്ക. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിനപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല, നമ്മളിപ്പോൾ എന്തിനാ നിന്റെ കാറും ബൈക്കും കണ്ടുപിടിക്കണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ കയ്യിൽ പിന്നെ കുറെ കാശില്ലേ? നീ പോയിട്ട് ഒരു പുതിയ കാറങ്ങ് മേടിച്ചേക്ക്. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഇറങ്ങി പോവാൻ നോക്കൂടന്ന്. അത് ശരി, അങ്ങനെയാണല്ലേ? പിന്നെ എന്തിനാ അവിടെ പോലീസ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളെ കൊണ്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ല. നിർത്തി പൊക്കൂടെ? പോലീസിന്റെ വേഷമിട്ട് വന്നേക്കാ. എടാ, നീ നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യാറയ്യാ. പോലീസുകാരെ അടിക്കാൻ മാത്രം ധൈര്യം വന്നാ? ഇന്ന് നിന്റെ കാര്യത്തിലേ ഒരു തീരുമാനം അവിടെ. നമ്മൾ നിന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. അത് ശരി, നിങ്ങൾ എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിടോ? അതെനിക്കൊന്ന് കാണണല്ലോ. എന്നാ പിടിച്ചോ, ചാവങ്ങോട്ട്. ഏയ്, നിങ്ങളിപ്പോൾ അവിടെ നിന്ന് കയറി വന്നേ? ഓ, നമുക്ക് പിന്നെ 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയിട്ടാ. ഞാനിവിടെ പോലീസുകാരെയാ അറ്റാക്ക് ചെയ്തേ. അതെ, നമുക്കിവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. ഇവിടെ ഇപ്പോൾ ഇവരായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നാലേ ശരിയാവില്ല. അതിപ്പോൾ ടൈം വേസ്റ്റാ. നമുക്കപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കണം. അങ്ങനെയാകുമ്പോൾ പോലീസുകാരൊക്കെ പൊക്കോളും. Meanwhile, ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയേക്കാണ് കേട്ടാ. നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയി. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്താ കാര്യം? പോലീസുകാരെ കൊണ്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല. എടാ റോക്കിയെ, നീ വലുതും പറഞ്ഞാ? നമ്മുടെ വീട്ടിലെ ഇന്നലെ കള്ളന്മാർ കയറി നമ്മുടെ വണ്ടികളൊക്കെ ആരും അടിച്ചു മാറ്റി. നമ്മുടെ വീട്ടില് കള്ളന്മാര് കയറ് വണ്ടികൾ അടിച്ചു മാറ്റി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, നീ അറിയില്ല? ഇവനെ കൊണ്ടും വലിയ ഉപകാരമൊന്നുമില്ല. അതെ, ആ വണ്ടികൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഒരാളും നമ്മളെ സഹായിക്കാൻ പോണില്ല. അതിനു മുൻപേ നമുക്കൊരു ഷർട്ട് എടുത്തിടാം, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ പിച്ചക്കാരനാന്ന്. ഏത് ഷർട്ട് ഇടാ? ഇത് കുഴപ്പമില്ല ഏട്ടാ.
വേറെ ഷർട്ടില്ലേ? എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. ആ, ഈ ഷർട്ട് കുഴപ്പമില്ല, നമുക്കിതങ്ങ് എടുത്തിടാം. അതെ, ഇനിയിപ്പോൾ നമുക്കേ ഈ വാഗണറും കൂടി മോഡിഫൈ ചെയ്യാം ട്ടാ. ആരെങ്കിലും കണ്ടാലേ ഞാൻ കാശില്ലാത്ത വീട്ടിലെന്ന് വിചാരിക്കും. നമുക്കപ്പോൾ ഈ വാഗണർ അങ്ങ് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതെൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളെങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. ഇത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പല്ലേ, അതുകൊണ്ട് അവൻ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഇതിലിപ്പോൾ ഏത് കളർ കൊടുക്കുക? ആ, റെഡ് കൊടുക്കാം ട്ടാ. റെഡ് കാണാൻ നൈസായുണ്ട്. ഗ്ലാസ് നമുക്ക് ടിൻ്റ് അടിക്കാം. ബ്ലാക്ക് ടിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ അലോയ്സ് വയ്ക്കാം. ഈ അലോയ്സ് വേണ്ട, ആ ഇത് മതി. അതിൻ്റെ സൈസും കൂടി കൂട്ടിയാലോ? ഓ, ഇത് കുഴപ്പമില്ല ട്ടാ, നൈസായുണ്ട്. ഇതിപ്പോൾ ഒരു മോൺസ്റ്റർ ട്രക്കാക്കി മാറ്റിയേക്ക. റിമ്മിൻ്റെ കളർ പിന്നെ റെഡ് കൊടുക്കാം. റെഡും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്ക് കളർ റെഡും കൊടുക്കാം. നമ്മളങ്ങനെ വണ്ടി മോഡിഫൈ ചെയ്തു. ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്തേ. കൂട്ടുകാരൻ്റെ കട ചെയ്തുകൊണ്ട് അവൻ പൈസ മേടിച്ചില്ല. എന്തെങ്കിലും ആവട്ടെ. എന്നിട്ടായാലും ഈ വണ്ടി നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. ഇത് ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. അല്ല, ഇതെന്തത്? ഈ പോലീസുകാരൻ എൻ്റെ അടുത്തേക്ക് വരണ്ടല്ലോ. ഇനിയിപ്പോൾ നേരത്തെ എൻ്റെ പ്രതികാരം വീട്ടാണോ? അത് ശരി, അതിപ്പോൾ എൻ്റെ അടുത്ത് നടക്കില്ലല്ലോ. ഇവിടെ ഞാനേ ഒരൊറ്റണത്തിനും വെറുതെ ഓടില്ല. ആർപ്പിച്ചെടുത്തിട്ട് എല്ലാത്തിനും തീർത്തളയാം. എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്. അയ്യോ, എൻ്റെ വാഗണറ്. ഷേ, അതും പൊട്ടിത്തെറിച്ചല്ലോ. ഞാൻ ഇപ്പം തന്നെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. ആ വാഗണറും കൂടി പൊട്ടിത്തെറിച്ചു. ഒരൊറ്റണത്തിനും വെറുതെ ഓടില്ല. പോലീസുകാരെ കൂടെ ഉപകാരമില്ല, പക്ഷെ ഉപദ്രവമുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ ഉണ്ടായിരുന്ന ഒരു കാറാ, അതും പോയി കിട്ടി. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കാറ് പോലില്ല. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പോലീസിൻ്റെ വണ്ടി എടുക്കാം, എന്നിട്ട് വേഗം സ്ഥലം വിടാം. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമായി. എപ്പോൾ നോക്കിയാലും എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും, അതും ഒരാവശ്യമില്ലാണ്ട്. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണ്ടല്ലോ. ആ, ഇതാ രാജോട്ടനല്ലേ? രാജോട്ടാ, എന്തായി? എടാ ജാക്കേ, നമ്മുടെ കാറൊക്കെ ആരടിച്ചു മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ സിറ്റിയിലില്ലേ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൻ്റെ ആൾക്കാരാ നമ്മുടെ വണ്ടികൾ അടിച്ചു മാറ്റിയേ. അവരിപ്പോൾ ആ വീട്ടിലുണ്ട്. ആ ജംഗിളിൻ്റെ നടുക്കിൽ ഒരു വീടില്ലേ, ഒരു ഹോണ്ടഡ് ആയ ഹൗസ്, അവിടെയാണ് അവന്മാരുള്ളത്. നമ്മുടെ വണ്ടികൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ആണോ? എന്നാ ശരി, ഇന്നപ്പോൾ അമ്മമാരുടെ കാര്യത്തിലേ ഒരു തീരുമാനമാവും. ഓക്കെ, രാജോട്ടൻ നമ്മളെ വിളിച്ചേക്കാൻ കേട്ടാ. നമുക്കങ്ങനെ ഫൈനലി ആ വണ്ടികളുടെ ലൊക്കേഷൻ കിട്ടേക്കാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടെ പിന്നെ ഒരു കാടുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ ഒരു വീടുണ്ട്. ആ, ഇതാണ് രാജോട്ടൻ പറഞ്ഞ വീട്. ഇത് പിന്നെ ഒരു ഹോണ്ടഡ് ഹൗസാണ് കേട്ടാ. ഇവിടെ അങ്ങനെ ആരും താമസിക്കാറില്ല. ഈ വീട്ടിൽ പക്ഷേ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൻ്റെ ആൾക്കാരാ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ. നമുക്കപ്പോൾ അവന്മാരെ വെറുതെ വിടണ്ട, എല്ലാത്തിനും തീർത്തളയാം. അവന്മാർ ചിലപ്പോൾ മേലുണ്ടാവും ട്ടാ. അടിയിൽ എനിക്ക് ആരെയും കാണാനില്ല. അത് ശരി, നിങ്ങളപ്പോൾ ഇവിടെ നിൽക്കണ്ടായിരുന്നാ? ഏയ്, ഇതെന്തത്? പോലീസുകാരാ? പോലീസുകാരപ്പോൾ ഇവരുടെ കൂടെ കൂടിയേക്കാണല്ലേ? വെറുതെ അല്ല, ഞാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പോലീസുകാരെന്നെ ആട്ടിവിട്ടെ. അതെ, സത്യം പറഞ്ഞോ, എൻ്റെ കാറുകൾ എവിടെയാ? എനിക്ക് ഇന്ന് തന്നെ എൻ്റെ വണ്ടികൾ തിരിച്ചിടണം, ഇല്ലെങ്കിൽ ഞാനേ ഒരാളിനും വെറുതെ വിടില്ല. എടാ ജാക്കേ, അത് പിന്നെ നമ്മൾ നിന്റെ വണ്ടികൾ അടിച്ചു മാറ്റി, എന്നിട്ട് ആ വണ്ടികൾ എടുത്ത് വിറ്റു. അയ്യോ, നിന്റെ വണ്ടികൾ പോയില്ലോ. എൻ്റെ വണ്ടികൾ എടുത്ത് വിറ്റാ? ഷേ, എന്തൊരു പണിയാ കാണിച്ചേ? ഇനിയിപ്പോൾ ഒരാളിനും വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും. എടാ ജാക്കേ, നീ പോലീസുകാരെ വെടിയേക്കാറയ്യാ, നീ തീർന്നുടാ. ആണോ? അതെ, എന്നാ പിടിച്ചോ, ചാവങ്ങോട്ട്. ഇവിടെ ഇങ്ങനെ എല്ലാവരുടെ കാര്യത്തിൽ തീരുമാനമായി. എന്നാലും എൻ്റെ വണ്ടികൾ പോയല്ലോ. ഈ സിംഹം എവിടെ നിന്ന് കയറി വന്ന്?
അത് ദേ എന്നെ കണ്ട് പേടിച്ചോടിപ്പോയി. ഗൈസ്, നമ്മുടെ വണ്ടികൾ പോയിട്ടാ. നമ്മുടെ ആ 2 ഗോൾഡൻ കാറ് പോയി. നമുക്കതിൻ്റെ പൈസയും കിട്ടിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പോയത് പോയി. അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഒരു പുതിയ കാറങ്ങ് പർച്ചേസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലേ ഒരു കാറ് പോലില്ല. ഓക്കെ, നമ്മളെങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഇവിടെ ഏതൊക്കെ കാറുള്ളേ? ഇതാ മറ്റേ ക്രെട്ടയല്ലേ? ഇവിടെ ക്രെട്ടയുണ്ട്. നമുക്ക് പക്ഷേ ക്രെട്ട വേണ്ട. അത് വേറെ ആരോ ബുക്ക് ചെയ്ത വണ്ടിയാ. ഓ, പോർഷ ഉണ്ട് കേട്ടാ. പോർഷ പക്ഷേ വേണ്ട. അത് മേടിക്കാനുള്ള പൈസ ഇല്ല. നമുക്കപ്പോൾ ഇത് മേടിക്കാം. ഈ സ്കോർപ്പിയോ പർച്ചേസ് ചെയ്യാം. ഈ കാറിപ്പോൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, ഞാനെങ്ങനെ സ്കോർപ്പിയോ പർച്ചേസ് ചെയ്തേക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ഇതിൻ്റെ ഡെലിവറി എടുക്കാം. നമുക്ക് പിന്നെ ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. ഇത് പിന്നെ റെഡ് കളറല്ലേ? റെഡ് കളറിൽ കാണാനേ വലിയ ലുക്കില്ല. നമുക്കപ്പോൾ ഇതിൻ്റെ കളർ മാറ്റാം. പറ്റിങ്ങ് ഇതിൻ്റെ അലോയ്സും കൂടി മാറ്റാം. നമുക്കപ്പോൾ ഏത് കളർ കൊടുക്കുക? ബ്ലാക്ക് തന്നെ കൊടുക്കാല്ലേ? ബ്ലാക്ക് കളർ നൈസാ. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്യാങ്സ്റ്റർ കാറാന്ന് തോന്നുള്ളൂ. ഇനിയിപ്പോൾ വണ്ടിയുടെ അലോയ്സ് മാറ്റാം. ഈ അലോയ്സ് വയ്ക്കാം. അതുപോലെ കുഴപ്പമില്ല. അലോയ്സിന് ബ്ലാക്ക് കളർ കൊടുക്കാം. ഇതിൻ്റെ സൈസും കൂട്ടാണ്ടാ. ഇനിയിപ്പോൾ നമുക്ക് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. വണ്ടി ഇങ്ങനെ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്തിട്ടായാലും വണ്ടി നൈസ് കഴിഞ്ഞിട്ടാ. ഒരു രക്ഷയില്ല. ഫുള്ള് ഡാർക്ക് എഡിഷൻ വണ്ടിയാ. എന്തെങ്കിലും ആവട്ടെ, ഇപ്പം നമ്മുടെ കയ്യിലേ ഈ ഒരു കാർ മാത്രമുള്ളൂ. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ഗോൾഡൻ കാർ പർച്ചേസ് ചെയ്യാം.